ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഞങ്ങളൊരു സന്തോഷ വാർത്തയും ഒരു സങ്കട വാർത്തയും കൂടെ ഒരുമിച്ച് പറയാൻ പോവാണ് കേട്ടോ. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ന കുഞ്ഞ് ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. ഭയങ്കരമായൊരു സങ്കട വാർത്തയുണ്ട്. സങ്കട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സൂപ്പർ പനിയാണ്. പക്ഷെ സൗണ്ട് ഒക്കെ ഇപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല സൂപ്പർ പനി എന്ന് പറഞ്ഞാൽ സൂപ്പർ പനിയാണ്. ഭയങ്കര ഹൈ ആയിട്ടില്ല, 101 താഴെ 99 അടയ്ക്കും. അങ്ങനെ നിൽക്കുകയാണ്. പനി കുറയുന്നുമില്ല കൂടുന്നുമില്ല. ആന്റിബയോട്ടിക് കാര്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ഇവിടുന്ന് മേടിച്ചു. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ 2 ദിവസം കൂടെ മുന്നേ മേടിച്ചു. ഒരു 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. പക്ഷെ കുറവൊന്നുമില്ല. അപ്പൊ തന്നെ ഞങ്ങൾക്ക് തോന്നി ഇൻഫെക്ഷൻ ഉണ്ടാവും ബ്ലഡിൽ നിന്ന്. എന്തായാലും ഇന്ന് പോയിട്ടൊന്നും കൂടെ ഡോക്ടറെ നമ്മൾ പിന്നെ വേറൊരു ഡോക്ടറെ കണ്ടത്. ആ ഡോക്ടറെ കണ്ട് ബ്ലഡ് കാരണം അന്നത്തെ ഡോക്ടർ ഇല്ലാത്തോണ്ടാട്ടോ. അന്നത്തെ ഡോക്ടർ ലീവായതുകൊണ്ട് ഇന്ന് വേറെ ഡോക്ടറെ കാണിച്ചു. സെയിം ഫിസിഷ്യൻ തന്നെ. അപ്പം ഡോക്ടർ എക്സ്റേയും പിന്നെ ബ്ലഡ് ടെസ്റ്റും പറഞ്ഞു. അതിന്റെ റിപ്പോർട്ടൊക്കെ വന്നു. അതെ, റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോഴേക്കും ഡോക്ടറിന്റെ ലഞ്ച് ബ്രേക്ക് ആണ്. ഇനി 3:30 ആകുമ്പോൾ ഡോക്ടറെ കാണണം. സമയം ഇപ്പം 3:15 ആയിട്ടുള്ളൂ. ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതില് ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻഫെക്ഷൻ CRP ഹൈ ആണ്. CRP 49 മിച്ചമുണ്ട്. അപ്പൊ ഡോക്ടർ എന്താണ് അഡ്വൈസ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. 5 വേണ്ടതാണ് 49 വന്നേക്കുന്നത്. അപ്പൊ ഈ 4-5 ദിവസം ആന്റിബയോട്ടിക് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഡോക്ടർ എന്താ പറയാന്ന് അറിയത്തില്ല. പിന്നെ വേറെ ഏതാണ്ടൊക്കെ കുറച്ച് കുറവും കൂടുതലൊക്കെ അടിച്ചത്. അതായത് ഈ ഇൻഫെക്ഷന്റെ സാധനങ്ങളെല്ലാം കൗണ്ടുകളെല്ലാം കൂടുതലാണ്, ചിലതൊക്കെ കുറവാണ്. അപ്പൊ അങ്ങനെയുണ്ട്. നമ്മളിവിടെ പാക്കൊക്കെ ചെയ്തു ഓൾറെഡി. അതായത് ഇച്ചായൻ താഴെ ഒപ്പി പോയി കാണിച്ച സമയത്ത് ഞാൻ ഇവിടെ ഫുള്ള് പാക്ക് ചെയ്തു. അന്നക്കുട്ടിനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കാരണം ഞാനിപ്പോഴും ഇന്ന് ഇച്ചിരി സൗണ്ട് ഒക്കെ ഉണ്ട്. 2-3-4 ദിവസമായിട്ട് ഞാൻ പറ്റ കിടപ്പായി പോയ പോലെ ആയിരുന്നു. ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ എന്താ പറയുന്നത്. അന്നേരം ശരിക്കും CRP കൗണ്ട് നോക്കിയിരുന്നെങ്കിൽ ഒരു 500 മണ്ടൊക്കെ ഉണ്ടായേ. അന്ന് ഭയങ്കര കൂടുതലായി. കാരണം ഫസ്റ്റ് ഡേ ഒച്ചയുണ്ട്, ഇത്ര സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ തല അനക്കാൻ പറ്റുന്നില്ല കേട്ടോ. വണ്ടി ഭയങ്കര വേദന, അനക്കാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ കഫം നിറഞ്ഞിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നലാണ്. ഇവിടെ എല്ലാം കഫമാണ് എല്ലാം പിടിച്ച്. ഇവന് ചെസ്റ്റിന് ഒരു വീസിങ് സൗണ്ട് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ എക്സ്റേ എടുപ്പിച്ചു. എക്സ്റേ നോക്കി ഡോക്ടർ കണ്ടിട്ടില്ല, അത് കണ്ടിട്ട് പറയുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. ബാക്കി സാധനം കണ്ടില്ലേ, മൊത്തം എന്തുമാത്രം സാധനം അറിയാം. ഇന്ന് കൊണ്ടുപോകുന്ന സാധനം തിരിച്ചുകൊണ്ടാകാനുള്ള തുണി ഇഷ്ടം പോലെ. ഈ ദൈവത്തിന് എന്താ പറയാ, കഷ്ടകാലത്തിന് ഇനി ഇവിടെ പിടിച്ച് ഞാൻ അഡ്മിറ്റ് ചെയ്താലും ഇടാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല. അതാണ് ഏറ്റവും രസം. അപ്പൊ ഞാൻ മാക്സിമം ഇവിടുന്ന് പോകാൻ നോക്കും. കാരണം നമുക്ക് ഇടാൻ ഡ്രസ്സില്ല. പിന്നെ കൊച്ചിനെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. മാക്സിമം പോകാൻ നോക്കും. പിന്നെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. 1 മണിക്കൂർ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 3 മണി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ തന്നെ പോയി ഞാൻ ഡോക്ടറെ കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഊര് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീഡിയോയുടെ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യമെല്ലാം പറഞ്ഞ് തീർത്തിട്ട് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളോട് ഇവിടെ കൈ കഴിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് കഴിച്ചു. അതിനെക്കുട്ടി കഴിക്കുന്നൊക്കെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവക്കും ഡിസ്ചാർജ് മെഡിസിൻ സമ്മറി ബില്ലും ഒക്കെ ആയിട്ടോ. അവർക്ക് ബില്ലായി. അവളുടെ ബില്ല് എത്രയാണെന്ന് അറിയണമെങ്കിൽ പറഞ്ഞേക്കാല്ലോ നമുക്ക്. നമ്മുടെ ആദ്യകൂട്ടിന് 98,500 രൂപയാണ് ബില്ല് വന്നത്. പിന്നെ അന്നക്കുഞ്ഞിന് ഇപ്പൊ 73,030 രൂപ അന്നക്കുഞ്ഞിന് വന്നേക്കുന്ന ബില്ല്. അതായത് കുറവാണ് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ. കാരണം അവക്ക് വലിയ പനിയായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ പോയി, പിന്നെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും കുറഞ്ഞു വന്നത്. അതെ അതെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഷുറൻസ് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായിട്ടോ നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത്. നമ്മൾ 73 നമ്മള് വീട്ടിൽ കിടന്നു നരകിച്ചാവും. പിന്നെ പിള്ളേരുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ പിന്നെ ചെറിയ ഹോസ്പിറ്റലില് മാക്സിമം അത്ര സീരിയസിലേക്ക് പോയാൽ മാത്രമേ ഇങ്ങോട്ടൊക്കെ ഓടി വരുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് സൗകര്യങ്ങളുണ്ട്. സൗകര്യം നമുക്ക് ഇഷ്ടമുള്ള റൂം അല്ല, അവരുടെ ഇൻഷുറൻസ് പറഞ്ഞിരിക്കുന്ന റൂം എടുക്കാം. അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ്. സിംഗിൾ AC റൂം കിട്ടുന്നത്. അടിപൊളി കെയറും കിട്ടും. നമ്മൾ വേറെ ചെന്നാൽ കിട്ടുന്നതിനേക്കാൾ ഈ സിംഗിൾ AC റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പോലെ ഒരു റൂം അല്ല വേറെ ചെന്നാൽ കിട്ടുന്നത്. ഇവിടെ നല്ല അടിപൊളി റൂമാണ്, അടിപൊളി കെയർ കിട്ടുന്നുള്ളതാണ് ഏറ്റവും ഒരു ഇത്, ഏറ്റവും നല്ലൊരു കെയർ. കാരണം 24 മണിക്കൂർ. ബാക്കിയുള്ളടത്ത് ഒന്നും നമുക്കറിയില്ല. നമ്മുടെ പീഡിയാട്രിക് സെക്ഷനിൽ നമ്മൾ 2 പേരെയും കൊണ്ട് വന്നു. ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല കെയർ കിട്ടി. കാരണം നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ പലയിടത്തും പോയിട്ടുണ്ട്. ബാക്കി അത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലൊക്കെ പോയതിൽ വെച്ച് നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് പോയത് വെച്ച് നോക്കുമ്പോഴാണ് പിള്ളേരുടെ കാര്യം മാത്രമേ പറയുന്നത്.
ജസ്റ്റ് ക്യാനിൽ ഇടുന്ന പോലും അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇഷ്ടം പോലെ. കുട്ടീനെയും കൊണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അഡ്മിറ്റായി, ആദ്യക്കുട്ടനെ കൊണ്ട് അഡ്മിറ്റായി. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ ഒരു നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഡോക്ടർമാരുടെ. ഇത് വിനയവും ആ എളിമയും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്കൊരു ടെൻഷൻ അടിക്കണ്ട, ഇത് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും. ഇവിടെ ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് കൂടി പോയാലും അതിനുള്ള കെയറും ഇവിടെ കിട്ടും. വേറൊരിടത്തേക്ക് നമുക്ക് ഓടി പോകേണ്ട ആവശ്യം വരത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോക്ടർമാരുടെ ഇടപെടലോടെ എപ്പോഴും ഡോക്ടർമാർ എത്ര ഡോക്ടർമാരാണ് വന്നു പോകുന്നതെന്ന് അറിയാവൂ. അതുപോലെ തന്നെ നഴ്സുമാരുടെ അവരുടെ പരിചരണം, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 24 മണിക്കൂർ അത് ചോദിക്കാൻ വേണ്ടി തന്നെ വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഓരോ സെക്ഷന്റെയും ഓരോ ക്ലീനിങ്, വൃത്തി, ക്ലീൻ, അതെല്ലാം നല്ല നീറ്റ്. 2 പ്രാവശ്യം മോർണിംഗ് ഈവനിങ് നമ്മുടെ റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അവരെ വിളിച്ച് എല്ലാ നമ്പറിലൂടെ ഫോണിരിപ്പുണ്ട്, അവിടെ നിന്ന് കുത്തി വിളിച്ചാൽ മതി. പക്ഷെ ക്ലീൻ നമ്മൾ വൃത്തിയാക്കിയാലുള്ള വൃത്തിയുടെ ഉള്ളൂ. കാരണം നമ്മൾ പോയി കഴിയുമ്പോൾ ഇവർ ഈ റൂം അടിച്ച് തുടച്ച് മൊത്തം കഴുകി പേഷ്യന്റ് ബെഡെല്ലാം കഴുകി അത്ര ഇതായിട്ടാണ് ബെഡിന്റെ കാര്യങ്ങൾ. ബെഡ്ഷീറ്റ് മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഫുള്ള് ഈ പേഷ്യന്റ് ബെഡൊക്കെ കഴുകുന്നത് നമ്മൾ കണ്ടപ്പുറത്ത്. പീഡിയാട്രിക്ക് മാത്രം ഉള്ളതറിയില്ല, അതും അറിയത്തില്ല. കഴുകുക, അതെ അതെ, അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് നല്ല നീറ്റ് ആയിരിക്കും. നമ്മൾ വേറെ പോയിടത്തൊന്നും അങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിലുള്ള ഫുഡൊന്നും കിട്ടില്ല. ഹോസ്പിറ്റൽ ഫുഡ് ആയതുകൊണ്ട് അതിന്റെ പക്ഷേ നല്ല ഫുഡാണ്. അത്യാവശ്യം പൈസ ഒക്കെ ഇച്ചിരി കൊടുത്ത് കയ്യിൽ നിന്ന് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ അത്യാവശ്യം വലിയ പൈസയൊന്നും ഈ പറയുന്ന വലിയ ഭയങ്കര പൈസയൊന്നും ആവത്തൊന്നുമില്ല. നമ്മളിപ്പോൾ കഴിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ചപ്പാത്തി ഒരു സെറ്റ് മുട്ടക്ക് അല്ല വെജിറ്റബിൾ കറിയൊക്കെ കൂട്ടി മേടിച്ചു കഴിഞ്ഞാൽ 60 രൂപ 70 രൂപ മാക്സിമം വരുന്നുള്ളൂ. അത് ഇവിടെ എറണാകുളത്താണ് നോക്കണം, അത്രയല്ലേ വരുന്നുള്ളൂ. 3 ചപ്പാത്തി ഉണ്ടാവും, 100 തോന്നുന്നു. ചോറും അത്യാവശ്യം നല്ല കറികളും അത്യാവശ്യം അതെ അതെ പച്ചക്കറികളാണ് കേട്ടോ. ഏതൊക്കെ കുറുക്ക് വേണം അതെല്ലാം കിട്ടും. അതാണ് കരിപ്പെട്ടിയിട്ട് വേണോ അല്ലെങ്കിൽ അല്ലാതിട്ട് വേണോ, പലതരത്തില്. അതുപോലെ തന്നെ ആപ്പിൾ അരച്ച് വേണോ, പഴം അരച്ച് വേണോ, ഏത്തപ്പഴം പുഴുങ്ങി അരച്ച് വേണോ, കുമ്പല് കുറുക്ക് വേണോ, ഏത് റാഗി, അതായത് ഇതെല്ലാം പറഞ്ഞ ഒരു ലിസ്റ്റിങ് പറയും. അത് 24 hour കിട്ടുന്നത്. മിൽക്ക്, എല്ലാ സാധനങ്ങളും കൈ വീശാൻ വിളിക്ക് പോന്നാൽ മാത്രം മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യമാണ് ഓടിയെങ്കിൽ പോകുന്നത്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട്. അതെ, പിന്നെ പുറത്തൊന്നും പോയി നമ്മള് ഫുഡൊന്നും മേടിക്കണ്ടല്ലോ. ഞാൻ ഇത്ര അത് രക്ഷപ്പെട്ടു കേട്ടോ. ഇച്ചാല് വയ്യാത്തത് കൊണ്ട് റൂമിൽ തന്നെ ഫുഡൊക്കെ കിട്ടുന്നത് കൊണ്ട് മേടിക്കാൻ പോകേണ്ടി ഒരു കേസും വന്നില്ല. ഞാൻ അന്ന് മുതലേ ഞാൻ കിടപ്പായിരുന്നു. അന്ന് ഞാൻ ഇച്ചിരി ഓടിയാണെന്ന് പിന്നെ ഇവിടെ കിടന്നു പോയിട്ട് ഇനിയിപ്പോ എന്തായാലും ഇച്ചായന്റെ റിപ്പോർട്ടും കൂടെ വന്നിട്ട് അതും കൂടെ പറയാം അല്ലേ. അതിന്റെ റിപ്പോർട്ട് കൂടെ വന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് അതുകൊണ്ട് പറഞ്ഞു. കാരണം ഡോക്ടറെ കണ്ടിട്ട് റിപ്പോർട്ട് പറയുള്ളൂ. ചിലപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് പോകണമെന്നാണ്. അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ആവശ്യം വന്ന് അവർ വന്ന് വിളിച്ചിട്ടാട്ടോ. അപ്പൊ ഇനി എന്തായാലും ഞാൻ കണ്ടതിന് ശേഷം ബാക്കി പറയാം കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ ആന്റിബയോട്ടിക്കും മെഡിസിൻസും സെയിം കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അതെ, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വേറൊന്നും വേണ്ടെന്നല്ല, വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞു വന്നത്. പിന്നെ നമുക്ക് അത്ര താല്പര്യക്കുറവ് പറഞ്ഞുകൊണ്ട് ആദ്യം ഡോക്ടറിനോട് പറഞ്ഞു എക്സ്റേ കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, എക്സ്റേയിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എക്സ്റേയിലൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പോർട്ട്, എൻ്റെ ഈ റിപ്പോർട്ട് ഇരിപ്പുണ്ടല്ലോ, ഞാൻ മിണ്ടാതിരിക്കല്ലേ, റിപ്പോർട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ കൊച്ചിന്റെ ഇപ്പൊ എന്നാ പനിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. വേറെ അതെ അതെ, ഫ്ലൂ ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നോ കൊച്ചിന്? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ പുള്ളി അത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു, പയ്യെ പിടിച്ച് ചിലപ്പോൾ കിടത്തിയാനെ ആ ഒരു രീതിയിലായിരുന്നു ഡോക്ടർ പറഞ്ഞത്, കിടക്കാനുള്ള രീതിയിൽ. അത് പിന്നെ ഞാൻ കൊച്ചെ ഇപ്പം ഡിസ്ചാർജ് ആയി പോകാൻ റെഡിയായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മെഡിസിൻ എഴുതാം എന്നും പറഞ്ഞിട്ട് പിന്നെ മെഡിസിൻ എഴുതി തന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് കുറച്ചെണ്ണം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5 ദിവസത്തേനും കൂടെ വേറെ ടാബ്ലറ്റ് എഴുതി. അപ്പോൾ എണ്ണൂറ്റി പാഞ്ഞു കിടപ്പുണ്ട്. അതെ അതെ അതെ, നീയാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഒരു സെക്കൻഡ്, ഫ്രണ്ട് ക്യാമറ വരാം, ഇങ്ങനെ പിടിച്ചാൽ കാണുമെന്ന് അറിയത്തില്ല. അതെ അതെ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ആശുപത്രി മാസം അവസാനിക്കുകയാണ് 2026. അഡ്മിഷൻ നമുക്ക് കുറവാണ്. ആദ്യക്കുട്ടിനെ കൊണ്ട് ഒരു പ്രാവശ്യം അഡ്മിറ്റ് ആയുള്ളൂ. അന്നക്കുട്ടിനെ കൊണ്ട് പക്ഷെ നമ്മള് 2ാമത്തെ പ്രാവശ്യമായിട്ട് അഡ്മിറ്റ് ആവുള്ളൂ. അതെ അതെ, 3ാമത്തെ പ്രാവശ്യം 2 ഹോസ്പിറ്റൽ 3 ഹോസ്പിറ്റലില്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ആശുപത്രി വീഡിയോ അല്ലാത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ എല്ലാവരും ഇവരൊക്കെ എപ്പോഴും ഈ ആശുപത്രി വീഡിയോ മാത്രമേ ഉള്ളൂ, കാരണം ഇത് ഇപ്പോൾ ഫുള്ള് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. 2 പേർക്കല്ല 4 പേർക്കും അലർജി ഉണ്ട്. അപ്പൊ അലർജി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഞാൻ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം എറണാകുളം യാത്രയുണ്ട്, ഹോസ്പിറ്റൽ യാത്ര, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും. പിന്നെ ആദ്യക്കുട്ടന് സ്കൂളിൽ പോകുന്നുണ്ട്, അപ്പൊ അവിടുന്ന് കുറെ പിടിച്ചോണ്ട് വരും. അതെ പെട്ടെന്ന് തന്നെ അവർക്ക് വരും. വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതിയല്ലോ. ഇവർക്ക് 2 പേർക്കും വന്ന ഓട്ടോമാറ്റിക്കലി അധികം പെട്ടെന്ന് ഇൻസാന് വരും. ഇൻസാന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് വരേണ്ടതാണ്. ആദ്യത്തിന് എനിക്ക് വന്നിട്ടില്ല. പിന്നെ മമ്മിക്ക് ഓൾറെഡി വന്നു. പനിയല്ല, ഭയങ്കര ജലദോഷമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നല്ലൊരു അടിയോ. അതെ അയ്യോ എന്റെ മരുന്ന് താഴെ സമയം പോകും. 20 മിനിറ്റ് ഇപ്പൊ തന്നെ ഒരുപാട് സമയം. ഇനി ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട സമയം ഒത്തിരി നമ്മൾ ഒരുപാട് നേരം ആയി, കാരണം എനിക്ക് ഡോക്ടറെ കണ്ടുകൊണ്ട് ഞാൻ ബില്ലടച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പൊ തന്ന അപ്പൊ അതാ ഇടിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ കാണാം. ബൈ. രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ്, അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ചേട്ടാ താങ്ക് യു.